ചരിത്രപ്രസിദ്ധമായ പള്ളുരുത്തി പുലവാണിഭമേളയ്ക്ക് അഴകിയകാവ് ക്ഷേത്രമുറ്റത്ത് തുടക്കമായി. ഒരാഴ്ചയിലധികം നാൾ കച്ചവടക്കാർ ഇവിടെ തങ്ങുന്ന പുലവാണിഭമേള ഇന്നും ചരിത്രവും മനുഷ്യ സൗഹൃദവും ചേർന്ന ഒരു ജനകീയ ഉത്സവമായി തുടരുകയാണ്. ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് മേളയിലേക്ക് എത്തുന്നത്. ചരിത്രപ്രസിദ്ധമായ പള്ളുരുത്തി പുലവാണിഭമേളയ്ക്ക് തുടക്കമായി. ധനുമാസത്തിലെ അവസാന ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ക്ഷേത്ര പരിസരത്തെ മൂലസ്ഥാനത്തു നിന്നും താലത്തിലേക്ക് ക്ഷേത്രം വിളിച്ചപ്പാട് ദീപം പകർന്നു നൽകി താലം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച ശേഷമാണ് അഴകിയകാവ് ക്ഷേത്രമുറ്റത്ത് ഈ ഉത്സവമേളയ്ക്ക് തുടക്കമാവുക. അവർണർക്ക് ക്ഷേത്രം ദർശനം നിഷിദ്ധമായിരുന്ന കാലത്ത് അവർക്ക് വർഷത്തിൽ ഒരിക്കൽ ക്ഷേത്രമുറ്റത്തെത്തി ദർശനം നടത്താനും അവർണർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ക്ഷേത്രമുറ്റത്ത് വിൽപ്പന നടത്തുവാനും അവരുടെ തനത് കലാരൂപങ്ങൾ വേദിയിൽ അവതരിപ്പിക്കുവാനും കൊച്ചി മഹാരാജാവ് അനുമതി നൽകിയതിന്റെ ഓർമ്മ പുതുക്കലാണ് പുലവാണിഭത്തിന്റെ ചരിത്ര ഐതിഹ്യം. എന്നാൽ കാലക്രമേണ തൊട്ടുകൂടായ്മ തുടങ്ങിയ വിവേചനങ്ങൾ അവസാനിച്ചപ്പോൾ പഴയതും പുതിയതുമായ വസ്തുക്കളുടെ വിൽപ്പനയ്ക്ക് ധാരാളം ആളുകൾ എത്തുന്ന വിൽപ്പന മേളയായി പുലവാണിഭമേള മാറി. ഇപ്പോൾ എല്ലാ വിഭാഗത്തിലും പെട്ട കച്ചവടക്കാർ ഈ സമയമാകുമ്പോൾ തങ്ങളുടെ കച്ചവട വസ്തുക്കളുമായി ഇവിടെ എത്തുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മാർക്കറ്റുകളിൽ നിന്നും അപ്രതീക്ഷിതമായി കൊണ്ടിരിക്കുന്ന തഴപ്പായ, ചിക്കുപായ, പുൽപ്പായ, മൺപാത്രങ്ങൾ, ഉരൽ, ഉലക്ക, ആട്ടുകല്ല് തുടങ്ങിയ അപൂർവമായ പഴയകാല നാടൻ ഗൃഹോപകരണങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കെത്തുമ്പോൾ അത് വാങ്ങാൻ ദൂരദിക്കുകളിൽ നിന്നും പോലും ജാതിമത ഭേദമന്യേ ജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരും. കൂടാതെ കരിമ്പ് കമ്പുകൾ, ഉണക്ക മത്സ്യങ്ങൾ, കാർഷികോപകരണങ്ങൾ, ചെടികൾ എന്നിവയും വിൽപ്പനയ്ക്കെത്തും. കൈരേഖ നോക്കി ഭാവി പ്രവചിക്കുന്ന കാക്കാത്തികൾ എന്നറിയപ്പെടുന്ന പഴമക്കാരായ അമ്മമാരുടെ സാന്നിധ്യമാണ് മറ്റൊരു പ്രത്യേകത. എല്ലാ വർഷവും എല്ലാ കൊല്ലം വന്ന് നോക്കിക്കുന്ന ആളുകള് വന്ന് കൈ നോക്കിക്കും. പരിചയമുള്ളവരൊക്കെ വരും. പറയുന്ന കാര്യം അനുഭവമായിട്ടുണ്ടെങ്കിൽ അവർ വരികയും ചെയ്യും. വീണ്ടും അവര് വേറെ ആൾക്കാരെ വിളിച്ചോണ്ട് വരും. ദൈവത്തിന്റെ ഒരു കഴിവാണ്, എന്റെ കഴിവല്ല, ഈശ്വരന്റെ ഒരു കഴിവാണ്. ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുക. കൊച്ചിയിലെ വീട്ടമ്മമാർ തങ്ങളുടെ പ്രിയപ്പെട്ട നാടൻ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ വർഷത്തിൽ ഒരിക്കലെത്തുന്ന പുലവാണിഭ നാള് കാത്തിരിക്കും. ഒരാഴ്ചയിലധികം നാൾ കച്ചവടക്കാർ ഇവിടെ തങ്ങുന്ന പുലവാണിഭ മേള ഇന്നും ചരിത്രവും മനുഷ്യ സൗഹൃദവും ചേർന്ന ഒരു ജനകീയ ഉത്സവമായി തുടരുകയാണ്. ചരിത്രപ്രസിദ്ധമായ പുലവാണിഭ മേളയാണ് നടക്കുന്നത്. ധനുമാസത്തിലെ അവസാനത്തെ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് നടക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും കൂടുതൽ കച്ചവടക്കാർ ഇവിടെ വരുന്നത്. ഇപ്പം തന്നെ പായ, മുറം, ചട്ടി ഇതുപോലുള്ള പരമ്പരാഗത കച്ചവടക്കാർ ഇപ്പം തന്നെ ഇവിടെ ഉണ്ട്. ഇതുപോലെ തന്നെ അതനുസരിച്ചുള്ള കാലത്തിൻ്റെ പുരോഗമനം അനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അതനുസരിച്ചുള്ള വ്യത്യാസങ്ങളിലൂടെയുള്ള കച്ചവടക്കാരും ഉണ്ട്. എല്ലാവരെയും നമ്മൾ ഈ ചരിത്രപ്രസിദ്ധമായ പുലവാണിഭമേളയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പൊ പള്ളുരുത്തിയിലും വരാണ്. ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വരുന്നവരിൽ നിന്ന് ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനമായിട്ട് നൽകും. പിന്നെ ജാനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് 11 ഭാഗ്യശാലികൾക്ക് ഫ്രീ ഗോൾഡ് കോയിൻ. ജാനുവരി 11 ഞായറാഴ്ച 11 മണിക്കാണ്. അപ്പം സി യു ഓൾ ദേർ.